ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ മിനിയാത്ത പോലെ തന്നെ കഥയായിരുന്നു ഇപ്പോഴും. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ പച്ചക്ക് പറയുന്നതുകൊണ്ട് തന്നെ യൂട്യൂബ് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ട്. അതായത് ആ വീഡിയോസ് എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാനെല്ലാം ഹൈപ്പ് കൂട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതിനി എനിക്ക് വീഡിയോ യൂട്യൂബിൽ ഇടാൻ പറ്റത്തില്ല, പുതിയ എടുക്കുന്നതല്ലാതെ. ഞാൻ ഇന്നലെ രാത്രി അത്ര കഷ്ടപ്പെട്ട് എടുത്ത് അപ്ലോഡ് ചെയ്ത് വീഡിയോ ആയിരുന്നു ടിക്ടോക്കിൽ. ഹലോ ഫ്രണ്ട്സ്, സോറി, പകുതിന്ന് വെച്ച് എൻ്റെ വീഡിയോ ഡിലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ മെമ്പർഷിപ്പിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ പച്ചക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് എന്തായാലും അത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രക്ക് പച്ചക്കായിരുന്നു ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ മെമ്പർഷിപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ മെമ്പേഴ്സിനെ കിട്ടി. അപ്പോൾ എല്ലാവരോടും താങ്ക്സ്. എനിക്കത് വളരെ സന്തോഷം വരുത്തിയ ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് എന്ത് പറയണ്ടെന്ന് അറിയുന്നില്ല, അത്രയ്ക്ക് സന്തോഷമായി. അപ്പം അതുപോലെയാണ് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ, അതും യൂട്യൂബ് ഡിലീറ്റ് ചെയ്തു. കാരണം അതും ഞാനൊരു ഹൈപ്പിൽ പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ അതും ഞാൻ മെമ്പർഷിപ്പിൽ ഇട്ടിട്ടുണ്ട്. കേൾക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കേൾക്കുക, മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക, തിമിർക്കുക. അത്ര അടിപൊളിയുള്ള വീഡിയോ ആണ്. ഇന്നലത്തതും ഒരു അടിപൊളിയാണ്. അതിൻ്റെ മിനിയാത്തത് ഞാൻ അത്ര പച്ചക്ക് പറയുന്നുണ്ട്. കാരണം എനിക്ക് ഇന്നലെയുള്ള മെമ്പേഴ്സിനെ, ആ വീഡിയോ ഇട്ടതിന് ശേഷമുള്ള മെമ്പേഴ്സിനെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. നിങ്ങൾക്കുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ പറഞ്ഞ കഥ നമുക്ക് വീണ്ടും പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളാവാത്തൊരു പെൺകുട്ടി, അങ്ങനെ അവളെ വേഗം തന്നെ വീട്ടുകാർ കല്യാണം കഴിച്ചു വിട്ടു. കാരണം അവർക്കൊരു സാമ്പത്തികമായിട്ടൊരു ഗതി ഉണ്ടായിരുന്നില്ല. മുസ്ലിം ആയിരുന്നു പെൺകുട്ടി, ഐഷ എന്നായിരുന്നു പേര്. അവൾ കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. അതായത് നല്ല കാപ്പി മുടിയും കാപ്പി കണ്ണുകളും ഒക്കെ തന്നെയായിട്ട് നല്ലൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു. എല്ലാവർക്കും കണ്ടാൽ തന്നെ വേഗം ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വലിയ വീട്ടിൽ നിന്നായിരുന്നു അവൾക്ക് ആലോചന വന്നിട്ടുണ്ടായിരുന്നത്. ഫഹദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്നായിരുന്നു അവൾക്ക് ആലോചന വന്നിട്ടുണ്ടായിരുന്നത്. ഇവളുടെ ലുക്ക് കാരണം തന്നെ അവന് വേഗം തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതായത് അവന് ഇവളെ കണ്ടപ്പോൾ തന്നെ കല്യാണം കഴിക്കാൻ ഒരു പൂതിയായി, കല്യാണം കഴിക്കാൻ മുട്ടി നിന്നു. എനിക്ക് അത്യാവശ്യം ലുക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് എനിക്ക് ക്യാഷ് ഉണ്ടോ, അധികം ക്യാഷുള്ള വീട്ടിലെ പയ്യന്മാരും അവരെ വീട്ടുകാർ അധികം നോക്കാറുള്ളത് പെണ്ണിൻ്റെ വീട്ടിലത്തവർക്കും ക്യാഷ് വേണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ രാവിലെയാണ് എഴുന്നേറ്റ് കണ്ടത് വീഡിയോ ഡിലീറ്റ് ആയത്. അപ്പം തന്നെ ഞാൻ പല്ലേച്ച് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് നൈറ്റ് ഡ്രസ്സിലൊക്കെ ഉള്ളത്. അങ്ങനെ അപ്പം തന്നെ എൻ്റെ വിവാഹാലോചനയൊക്കെ വന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് പൊതുവേ കല്യാണത്തിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അത്യാവശ്യം ലുക്ക് ഉണ്ടായിരുന്നു. കോളേജിലായാലും എല്ലായിടത്തും എനിക്ക് നല്ല ഫാനായിരുന്നു. പെട്ടെന്നായിരുന്നു ഇദ്ദേഹം വന്നത്. എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഞാൻ അറിയാണ്ട് ഈ വിവാഹാലോചന നടത്തിയത്. അവൻ ഇഷ്ടപ്പെട്ടു. പൊന്നൊന്നും ചോദിക്കാത്തതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യമായി. അപ്പം തന്നെ കല്യാണം കഴിച്ചു. പിന്നെ പിന്നീട് 3-4 വർഷമായിട്ട് എനിക്ക് കുട്ടികളില്ല. അങ്ങനെ അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈം ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനാണെങ്കിൽ ബസ്സിൻ്റെ പുറലോകവും ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കായിരുന്നു. നല്ല ഇളം കാറ്റും ആ ബസ്സിലുള്ള പാട്ടും. ഞാൻ ഉച്ചക്ക് നല്ല രീതിയിൽ സദ്യ കഴിച്ചിട്ടായിരുന്നു ഞാൻ ആ ബസ്സിലോട്ട് കയറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കമുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ്സിലെ പാട്ടും നല്ല കാറ്റും എൻ്റെ മുടിയിലോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പുറലോകം നോക്കി അവിടെ ഇങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണമൊക്കെയുള്ള നല്ല വെളിച്ചെണ്ണയൊക്കെ തേച്ച ഒരു ചേച്ചി. ആ ചേച്ചി വന്ന് എന്നോട് കുറേ സംസാരിച്ച് എന്നോട് ചോദിച്ചു, മോള് കല്യാണം കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു, അതെ, കല്യാണം കഴിഞ്ഞു. ഓ, എത്ര വർഷമായി? ഞാൻ പറഞ്ഞു, 4 വർഷമായി. കുട്ടികളുണ്ടോ? ഇല്ല, കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ, ഞാൻ വിചാരിച്ചു കല്യാണം കഴിഞ്ഞില്ല എന്ന്. കണ്ട കല്യാണം കഴിഞ്ഞതുപോലെ ഇല്ല, കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ ഉണ്ട്. അങ്ങനെ ചോദിച്ചതാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ കുട്ടികളില്ലാത്ത? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്ക് കുട്ടികൾ വേണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ എങ്ങനെ ആയാലും നടക്കുന്നില്ല. ഭർത്താവ് നാട്ടിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഭർത്താവൊക്കെ നാട്ടിലുണ്ട്, പക്ഷെ എൻ്റെ ഭാഗത്ത് പ്രശ്നമില്ല, ഞാൻ ചെക്കപ്പിനൊക്കെ കൊടുത്തതാണ്, എൻ്റെ ഭാഗത്തൊന്നും പ്രശ്നമില്ല. പക്ഷെ ഭർത്താവ് ഒരു പ്രശ്നമുണ്ട്, ചെക്ക് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുന്നില്ല. എന്നോട് ഇങ്ങോട്ട് റോങ് ആവാൻ വരികയാണ്, അതായത് ചൂടാൻ വരികയാണ്.
എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ഭർത്താവ് അത് അംഗീകരിക്കുന്നില്ല. അതൊക്കെ പടച്ചോൻ തരേണ്ട സമയത്ത് തരും. നീ അതൊന്നും ചിന്തിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. അവന് അവൻ്റെ ബിസിനസ്സും അവൻ്റെ ക്യാഷും അതിൻ്റെ ഒക്കെ പിറകിലായി. എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിക്കാല് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു, നിങ്ങളിതിൽ, അതായത് നമ്മളിൽ ഒരു ഉസ്താദുണ്ട്. ആ ഉസ്താദിൻ്റെ അടുത്ത് 3 പ്രാവശ്യം പോയെങ്കിൽ തന്നെ നിനക്ക് എന്തായാലും കുട്ടികളുണ്ടാവും എന്നോട് ആ ചേച്ചി പറയുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. എനിക്ക് ആ ഉസ്താദിൻ്റെ അടുത്ത് എങ്ങനെ പോയാലും പോയേ പറ്റത്തുള്ളൂ. ഞാൻ ആ ചേച്ചിയോട് അപ്പം തന്നെ ഡീറ്റെയിൽസും ആ ചേച്ചി എനിക്ക് ഫോൺ നമ്പറും ആ ഉസ്താദിൻ്റെ ഫോൺ നമ്പറൊക്കെ അയച്ചു തന്നു. എന്നിട്ട് എന്നോട് ചേച്ചി പറഞ്ഞു, രാത്രി വിളിക്കാൻ പാടില്ല, രാവിലെ വിളിച്ചാൽ ഉസ്താദ് ഫോൺ എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഉസ്താദിനെ വിളിച്ചു, അതായത് ചൊവ്വാഴ്ച ടൈം. അപ്പോൾ ആ ഉസ്താദെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് കുട്ടികളില്ല, ഭർത്താവ് നാട്ടിലുണ്ട്, പക്ഷെ കുട്ടികളില്ല എന്നൊക്കെ പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞായറാഴ്ച 6 മണിക്ക് അവിടെ ആ പള്ളീൻ്റെ ഒക്കെ പേര് പറഞ്ഞു അവിടത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞായറാഴ്ച അദ്ദേഹം പറഞ്ഞതുപോലെ 6 മണിക്ക് അവിടെ പോയി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു. അതായത് നാട്ടിലുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ ഭാഗത്ത് ഒരു പ്രശ്നമില്ല, പക്ഷെ കുട്ടികളില്ല, എനിക്ക് എന്തായാലും കുട്ടികൾ വേണം. ഉസ്താദ് ആദ്യം തന്നെ ഒരു പഞ്ചസാര എനിക്ക് തന്നു. അതായത് അതിലെന്തൊക്കെയോ മന്ത്രിച്ച് ഊതിയിട്ട്, ഇത് ദിവസവും ചായയിൽ കൊടുത്താൽ ഒന്നെങ്കിൽ കുട്ടികളാവും, ഇല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അതേപോലെ ചായയിൽ പഞ്ചസാരയൊക്കെ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ല. ഞാൻ വീണ്ടും അയാളുടെ അടുത്ത് പോയി. അങ്ങനെ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു, പക്ഷെ ഒരു മാറ്റവും ഇല്ല, എനിക്കിപ്പോഴും കുട്ടികളായിട്ടില്ല. അപ്പോൾ ഉസ്താദ് വീണ്ടും എനിക്ക് തന്നു, ഇതും കൊടുത്തു നോക്കൂ. അങ്ങനെ ഞാൻ ആദ്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അങ്ങനെ അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് മെസ്സേജ്, നമ്മൾ തമ്മിൽ കുറച്ച് അടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഉസ്താദുമായിട്ട് ഒരടുപ്പം, അദ്ദേഹം എന്നോടും ഞാൻ അദ്ദേഹത്തോടും നല്ല രീതിയിൽ മെസ്സേജും കോളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-മത്തെ ആഴ്ച ഞാൻ പോയ പാടെ ഉസ്താദ് പറഞ്ഞു, നിനക്ക് കുട്ടികൾ നിന്റെ ഭർത്താവിനിൽ തന്നെ വേണമെന്നുണ്ടോ? കുട്ടികൾ മാത്രം പോരെ? ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് കുട്ടികൾ മാത്രം മതി. ആരുടെ എന്നുള്ളത്